നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസ് ഒക്കെ അകറ്റാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സോപ്പാണ് എടുത്തത് കേട്ടോ. വി കെയർ റെഡ് വൈൻ ബാത്തിങ് സോപ്പ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ വാലന്റൈൻസ് ഡേ ഒക്കെ വരാൻ പോയി. അപ്പൊ നല്ല ഓഫറിൽ ആമസോണിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റിയ സമയമാണ്. അപ്പൊ നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സിലാണ് ഇപ്പൊ കാണാൻ പോകുന്നത് കേട്ടോ. ഇത് ഗോസ്രിഗി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഡ്രസ്സാണ്. അപ്പൊ ഒരു ബ്ലൂ കളറിലെ ഒരു കുർത്തിയും പാന്റും ദുപ്പട്ടയും കൂടിയായിട്ടുള്ള സെറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ തന്നെ ഓൾറെഡി ഞാൻ വേറൊരു കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഇപ്പൊ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് റൗണ്ട് നെക്കാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ താഴേക്ക് ഒരു ചെറിയ ഒരു പട്ട പോലെ വന്നിട്ട് അവിടെ ചെറിയ സീക്വൻസ് പോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അവിടുത്തെ നെക്കിൻ്റെ പോർഷനിൽ വരുന്നത്. പിന്നെ 3/4 സ്ലീവ്, സ്ലീവിൻ്റെ അറ്റത്ത് ചെറിയ ഒരു വേറൊരു ക്ലോത്ത് കൊണ്ട് ഒരു ഡിസൈൻ പോലെ വർക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്ക് ഫ്രണ്ടും എല്ലാം സെയിം തന്നെ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകത നമുക്ക് റഫ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ്. സൈഡ് സ്ലിറ്റാണ് പറയുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാമെന്നുള്ളതാണ് ഇതിൻ്റെ. വാഷ് ചെയ്താലൊന്നും കളറൊന്നും പോകത്തില്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിൽ കുറച്ച് വേറെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൊണ്ട് മഞ്ഞ, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള കളേഴ്സും ഉണ്ട്. ചെറിയ പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ ബ്ലെൻഡഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടുള്ള സമയത്തും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. അടുത്തത് ഇതിൻ്റെ പാൻറ് ബ്ലൂ ഷെയ്ഡ് തന്നെ വരുന്ന ഒരു പാൻറ്റാണ്. ഫുൾ ഇലാസ്റ്റിക് ആയിട്ടാണ് കേട്ടോ വരുന്നത്. രണ്ട് സൈഡും ഇലാസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടാനായിട്ടൊക്കെ നല്ലതാണ്. ഒരു പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പാൻറ് എടുക്കുമ്പോൾ നോക്കുന്നത് പോക്കറ്റാണ്. അങ്ങനെ നോർമൽ പാൻറ്റാണ്. നമുക്ക് നോർമൽ പാൻറ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പിന്നെ റീസ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു പാൻറ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ വാങ്ങിയത് XL സൈസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. ബ്ലൂ ഷെയ്ഡ് തന്നെയാണ്. അതായത് ഡ്രസ്സിൻ്റെ ആ ഒരു ക്ലോത്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ 4 സൈഡിലും ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗോൾഡൻ ചെറിയൊരു വർക്കും കൂടി വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ലേസ് വർക്ക് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ അടുത്ത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു റെഡ് കളറിലെ കുർത്തിയാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. യാഷ് ഗാലറി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. അപ്പോൾ ഇത് കോട്ടൺ ഒരു മെറ്റീരിയലാണ് വരുന്നത്. റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിന്റെ ഇവിടെ കൊണ്ട് ഒരു വി നെക്ക് പോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ ലേസ് വർക്ക് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറയുന്നത്. നെക്കിന്റെ പോർഷനിൽ ഫുള്ളായിട്ട് അങ്ങനെയാണ്. വളരെ ചെറുതാണ് കേട്ടോ, സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴേക്കും ഒരു പട്ട പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറിയ പീസ് വർക്ക് പോലെ. അതാണ് ഈ ഒരു യോക്ക് പോർഷനിൽ വരുന്നത്. അത് അവിടെ എല്ലാം തന്നെ ഒരു ഗോൾഡൻ പ്രിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ക്ലോത്തിൽ തന്നെ ഗോൾഡൻ പ്രിന്റ് ആ ഒരു രീതിയിലാണ്. 3/4 സ്ലീവ്, സ്ലീവിലും അതേപോലെ തന്നെ ഗോൾഡൻ പ്രിന്റിന്റെ ആ ക്ലോത്ത് കൊണ്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ലേസ് വർക്ക്. ഇതാണ് സ്ലീവിൽ വരുന്നത്. ഇത് സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത അനാർക്കലി മോഡൽ കുർത്തിയാണ്. ഒരുപാട് വലിയ രീതിയിലുള്ളതല്ല എന്നാലും. അപ്പോൾ ഈ ഒരു ഡ്രസ്സിലും അതേപോലെ തന്നെ കുർത്തിയുടെ ഒരു മിഡിൽ പോർഷൻ കഴിഞ്ഞിട്ട് താഴേക്ക് കുറച്ചുകൂടി താഴേക്ക് വരുമ്പോഴും ഇതേപോലെ ആ ഒരു ക്ലോത്തിൽ ഗോൾഡൻ പ്രിൻ്റുള്ള ക്ലോത്ത് കൊണ്ട് ആണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ളുണ്ട് കേട്ടോ. ബാക്ക് ഫ്രണ്ടും എല്ലാം അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മളൊരു കസവ് കൊണ്ട് വാങ്ങിയതാണ്. അത് വാലന്റൈൻസ് ഡേക്ക് സ്റ്റീഫൻ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിയത്. ഒരു മുണ്ടും ഷർട്ടും വാങ്ങിയിട്ടുണ്ട്. ഷർട്ട് പുറകെ വരുന്നുള്ളൂ കേട്ടോ. അത് അടുത്ത ഹോളിൽ കാണിക്കാം. അപ്പോൾ ഇതൊരു വൈറ്റ് കളറിലെ മുണ്ടാണ്. കസവ് ലൈനൊക്കെ ആയിട്ട് സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോൾ ഡിസ്കൗണ്ടിൽ നമുക്കിത് 400 ആ ഒരു റേഞ്ച് അതിൽ താഴെയാണ് തോന്നുന്നു കിട്ടിയത് കേട്ടോ. നല്ല ഡിസ്കൗണ്ടിൽ ഇതുണ്ടായിരുന്നു. ഇത് കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പോളിസ്റ്റർ മിക്സ്ഡ് ആണ് കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുണ്ട് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രംഗീത എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പാൻറ്റാണ്. ഇതൊരു 300 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ 3 ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഫുൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഗോൾഡൻ ഇതിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു 400 റേഞ്ചാണ്. ഇത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഗോസ്രിഗി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ടോക്സിൻസ് ഒക്കെ അകറ്റാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സോപ്പാണ് എടുത്തത് കേട്ടോ. വി കെയർ റെഡ് വൈൻ ബാത്തിങ് സോപ്പാണ് കേട്ടോ. ഇത് ബോഡിയിലും ഫേസിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം.
100 ഗ്രാമിൻ്റെ വീതമുള്ള സോപ്പാണ്. 6 സോപ്പാണ് കേട്ടോ ഇതിലുള്ളത്. അങ്ങനത്തെ ഒരു കോംബോയാണ് നമ്മൾ വാങ്ങിച്ചത്. 300 രൂപ റേഞ്ചിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഈ ഒരു റെഡ് വൈൻ ഉണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല യങ്ങറായിട്ടും ഗ്ലോയിങ് ആയിട്ടും ഒക്കെ ഇരുത്താനായിട്ട് സഹായിക്കും. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു റെഡ് വൈനിനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹീൽ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് തന്നെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവരുടെ തന്നെ ഈ വീക്കാറിൻ്റെ തന്നെ സോപ്പ് ഇതിനു മുമ്പ് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന സോപ്പാണ്, നല്ല സോപ്പാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഡ്രസ്സുകളുടെ എല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.